വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ ഇതാ പൈതി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒഴിച്ചോളി. എങ്ങനെ ഇടുന്ന നോക്കട്ടെ. ആർട്ടിക്സൊക്കെ പകുതിക്ക് പകുതി ചരിച്ച് കുടിച്ചാൽ മതി. അതെ, ഇതാണ് നമ്മുടെ പാലക്കാടുകാരുടെ തന്നെ അഹങ്കാരം എന്ന് പറയുന്നത് മസാല സോഡ. അതെ 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 അതെ. അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. എന്താ ഇതിന്റെ ഒരു രഹസ്യം? ഇത് മെയിനായിട്ടുള്ളത് ഇഞ്ചിയാണ്. ഇത് ഇഞ്ചി, കരുവേപ്പില, മല്ലി, ചെറുനാരങ്ങ, ഉപ്പ്, മോര്, കുരുമുളക് ഇട്ടിട്ട്. ചേട്ടന്റെ പേരൊന്നും എൻ്റെ പേര് വെള്ളിയങ്കിരി. എനിക്ക് പേര് പറയാൻ പറ്റില്ല. ഒന്നുകൂടി പറയും. മതിയാ? പാർസൽ വേണം? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ എപ്പോഴും ഇവിടെ വരുന്നതാണോ? ദഹനത്തിനൊക്കെ സൂപ്പറാണ്. പാർസലൊക്കെ വൈകിട്ട് പോകും. ഇവിടെ എപ്പോഴും നല്ല തിരക്കല്ലേ ചേട്ടാ? ഇവിടെ തിരക്കാണ് അല്ലേ? ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് 20 രൂപ. അത്രേ ഉള്ളൂ. ദഹനത്തിന് നല്ല സൂപ്പർ സാധനമാണ്. സ്ട്രോങ് ഉണ്ട് കേട്ടോ. ആ സ്ട്രോങ്, കുറച്ചും കൂടെ സ്ട്രോങ് ആവും. അത് വേണോ? നാവ് നൊട്ട കൂടും അത്. സ്ട്രോങ് ആയിട്ട് ഞാൻ കുടിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കണേ. ഓക്കെ, അധികം എരിവൊന്നുമില്ല അല്ലേ ചേട്ടാ ഇതിന്? ഇഞ്ചിനും കുരുമുളകിന്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സോഡയൊക്കെ നമ്മൾ പുറത്തുനിന്ന് അയ്യേ, നമ്മളടിക്കണ 45 കൊല്ലായി ഈ സാധനം ഇന്നവരായിട്ട് കച്ചവടക്കാർക്ക് ആർക്കും കൊടുക്കാറില്ല. ഈ മസാലയായിട്ട് ആർക്കും കൊടുക്കില്ല. ഇതുവരെ ഇന്നവരായിട്ട് ഈ സാധനം കച്ചവടക്കാർക്ക് ആർക്കും കൊടുത്തിട്ടില്ല, പുറത്തേ വിട്ടിട്ടില്ല. കച്ചവടക്കാർക്ക് ആർക്കും കൊടുക്കില്ല. വീട്ടാവശ്യത്തിന് വേണം വരുമ്പോ ടൈമില് കൊടുത്തയക്കും. ഇതിലൊന്നും കെമിക്കലായിട്ടൊന്നും ഇല്ല, നാച്ചുറലായിട്ടുള്ളത് തന്നെ. ഇത് ഇഞ്ചി, കരുവേപ്പില, മല്ലി, ചെറുനാരങ്ങ, ഉപ്പ്, മോര്, കുരുമുളകൊക്കെ ഇട്ടിട്ട് ദഹനത്തിന്, ഗ്യാസ് ട്രബിളിനൊക്കെ, വയറുവേദനയ്ക്കൊക്കെ ഫസ്റ്റ് സാധനമാണ്. ഇത് അതിന് മുമ്പ് മസാല മോരൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ ഗുണ്ട് സോഡയായിരുന്നു. പിന്നെ അതിൽ സോഡ കലത്തിയിട്ട് സംഭാരം കാക്കമാല കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി കൂട്ടി അടിച്ചു, കരുവേപ്പിലും കൂട്ടി അടിച്ചു. അതെ അതെ. അല്ലെങ്കിൽ മാനുണ്ടാവും. അതാ ഉള്ളിൽ തന്നെ. ഇതപ്പം കഴിഞ്ഞിട്ട് പോയേ ഉള്ളൂ മകൻ. ഇത് ഗ്യാസ് ട്രബിൾ, വയറുവേദന, നെഞ്ഞെടുത്തില്, ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതേ ബിരിയാണി ഒന്നും കൂടെ അടിക്കുന്നത്. ബിരിയാണി കഴിച്ചിട്ട് നേരെ നിങ്ങൾ ഈ കടയിലോട്ട് പോകുന്നത് ഇതേപോലെ ഒരു കുപ്പി കൂടി കുടിച്ചിട്ട് അടുത്ത ബിരിയാണി കഴിക്കാൻ വേണ്ടി അങ്ങ് പോവാം. നമ്മൾ വേറെ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വരും, ഇവിടെ വന്നിട്ട് ഇത് ട്രൈ ചെയ്യും. പാലക്കാട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പോകണം. അത്ര സൂപ്പർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകും. ഇവിടെ തന്നെ അടിക്കുന്ന സോഡയാണ്, പൈതി ഉണ്ടാവുള്ളൂ. സ്ട്രോങ് വേണം വരുമ്പോൾ വീണ്ടും വെള്ളം കമ്മിയാക്കി ഇടും. ഇതാ വെള്ളം കമ്മിയാക്കും, പൈതിക്ക് പൈതി. ഇത് കുടിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതേ ബിരിയാണി ഒന്നും കൂടെ അടിക്കേണ്ടി വരും. ഇതാണ് പൈതി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് അതേ ബിരിയാണി ഇപ്പൊ കഴിക്കേണ്ടി വരും. ലെമനാണ്, ചെറുനാരങ്ങയും പഞ്ചസാരയും മാത്രം. ഇതിന് ഗ്യാസ് ഉണ്ടായില്ല. ഗ്യാസ് അടിക്കാൻ പറ്റില്ല പറഞ്ഞാൽ എന്താ കാരണം ചോദിച്ചു പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളത് ചെറുനാരങ്ങ പുഴിയണ കാരണം കൊണ്ട് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ അതെ. ലെമണിൽ മസാല ഒഴിക്കും. ലെമണിൽ മസാല ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇഞ്ചി മുട്ട കഴിക്കണ പോലെ ഉണ്ടാവും. നമുക്ക് സാമ്പിൾ നോക്കാം. അതും അത് കുട്ടികൾ, ഈ ചിലവർക്ക് ഈ സോഡിൻ്റെ ഗ്യാസ് പറ്റാത്തവർക്ക് ഇത് കുടിച്ചു നോക്കിയാൽ അവൻ കുടിക്കും നിർത്താണ്ട്. അത് ഇത് മധുരമുള്ള കാരണം കൊണ്ട് സ്ട്രോങ് ആക്കുമ്പോൾ എങ്ങനെ നോക്കി നല്ല ടേസ്റ്റാണ്. അങ്ങനെ ലൈം കുടിച്ചോണ്ടിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇത് ഇപ്പം വരാം ഒരു സാധനം കാട്ടിത്തരാന്ന് പറഞ്ഞു. ഒരു സാധനം എടുത്തോണ്ട് വന്നിട്ടോ.
ഇതാണത്. ഇത് മാതൃഭൂമിയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. അത് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധനം കാണിക്കാമെന്ന് പറഞ്ഞ് ഫോണിൽ കാണിച്ചു തന്നു. ഇത് 2006 വന്ന പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് കേട്ടോ ഈ ഏട്ടനെ പറ്റി. അത് ഞങ്ങളെ ഫോണിൽ കാണിച്ചു തരുമായിരുന്നു. ഒരുപാട് വർഷം മുമ്പുള്ള കടയാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഗ്യാസ് ഉണ്ട് അമ്പലത്തിന് അടിക്കുന്ന സോഡയാണല്ലോ. ഇതാ പൈതി സോഡ പൈതി മസാല ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളിയുണ്ടാവും. എന്നാ വിട്ടപ്പാ കുടി കുടി കുടിക്കേ അത് അതെ കുടിക്കേ അത്. അപ്പൊ നമ്മള് കടയിൽ നിന്ന് ഇറങ്ങുക കോട്ടയത്താ. അപ്പൊ എന്താ പറയുക, എനിക്കൊരു സംശയം, പോയ പാടെ ഞാൻ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഇവിടെ വരേണ്ടി വരുമെന്ന്. ഇതുണ്ടോ, ഇതേപോലത്തെ സാധനങ്ങൾ കുടിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് കുടിച്ചു നോക്കട്ടാ. പാലക്കാട് വരുന്നവര് അതെ വേൾഡിൽ അറിയപ്പെടുന്ന മദർലൈൻഡ് മസാലത്തോടെ പാലക്കാട്. അതാണ് നമ്മൾ പാലക്കാടുകാരുടെ അഹങ്കാരം. അപ്പൊ ഓക്കെ ഞങ്ങൾ പോട്ടെ. സന്തോഷം. അപ്പൊ ശരി, നമുക്ക് ഇവിടെ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.